വാക്കല്ല, വ്യാമോഹം. ഒരു ബൂർഷ പാർട്ടി നേതാവിന്റെ പാർലമെന്റേറിയൻ വ്യാമോഹത്തിൽ അധിഷ്ഠിതമായ വാഗ്ദാനം. എന്താ മനസ്സിലായോ? അപ്പൊ നടക്കില്ല എന്ന് ചുരുക്കം. പക്ഷെ നടന്നില്ലെങ്കിലും ചേരിക്കാര് മുഴുവൻ ഇളവും. ഇളക്കാരാ തീരുമാനം. ആര് തീരുമാനിച്ചു? ആ ഗോപാലകൃഷ്ണനോ? അവന്റെ കൂടെ ആൾക്കാർ മുഴുവനും. ആരിളക്കിയാലും നമ്മളത് കലക്കും. കലക്കാ പിന്നെ ചേരിക്കകത്തൊന്നും ഒരു ഒറ്റ വോട്ട് കിട്ടില്ല സഖാവേ നമുക്ക്. എടോ പവിത്ര, താൻ ആരെയാ രാഷ്ട്രീയം പഠിപ്പിക്കുന്നത്? ഈ ദേവനെയോ? 28ാമത്തെ വയസ്സിൽ ഈ ജില്ലാ സെക്രട്ടറിയുടെ കസേരയിൽ കയറി ഇരിക്കാൻ തുടങ്ങിയതാ ഞാൻ. എനിക്കറിയാം ജനകീയ പ്രശ്നങ്ങളിൽ എന്ത് നിലപാടെടുക്കണമെന്ന്. ഇങ്ങോട്ട് പഠിപ്പിക്കണ്ട. അപ്പൊ ചേരിയിൽ കുടിവെള്ളം കിട്ടണ്ടെന്നാണോ സഖാവ് പറയുന്നത്? വേണ്ട, പാടില്ല എന്നാണ് പാർട്ടിയുടെ സ്റ്റാൻഡ്. എപ്പോ വേണമെങ്കിലും മുതലെടുക്കാൻ പറ്റിയ വിധത്തിൽ ചേരിയിലെ പ്രശ്നങ്ങൾ നീറി നീറി നിൽക്കണം. എങ്കിലേ നമ്മുടെ പാർട്ടി അവിടെ വേരുറയ്ക്കൂ. അറിയോ തനിക്ക്? എടോ, ജനങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായാൽ അതെങ്ങനെ പരിഹരിക്കണമെന്നല്ല, എങ്ങനെ വഷളാക്കാം എന്ന് വേണം ചിന്തിക്കാൻ. മനസ്സിലായോ? ഇതാ നമ്മുടെ ഹോട്ടൽ പ്രൊജക്ടിന് സെൻട്രൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള അപ്രൂവൽ. ഒരു MP എന്നുള്ള നിലയിൽ കേന്ദ്രമന്ത്രിയുടെ മേശപ്പുറത്ത് കയറി നിന്ന് വാങ്ങിച്ചതാ. അപ്പോഴേ ഈ ഭാഗത്ത് കുറച്ച് മാറ്റം വേണ്ടി വരും. അതിന്റെ പ്ലാൻ നാളെ കിട്ടുള്ളൂ. അത് പുറകെ അപ്രൂവൽ വാങ്ങിക്കാം. പണി നടക്കട്ടെ. എങ്ങനെ നടക്കാൻ? അതിന് ഈ ചേരിയിലെ റോഡ് വഴി ലോഡ് കൊണ്ടുപോകാൻ അവിടെയുള്ളവർ സമ്മതിച്ചിട്ട് വേണ്ടേ? ഒക്കെ നിങ്ങൾ കണ്ടുകൂട്ടുന്ന ആൾക്കാരാ തെമ്മാടികൾ. എന്റെ ആൾക്കാർ 2-3 പേരേ ഉള്ളൂ. അവര് കിട്ടിയതും വാങ്ങിച്ച് ഒതുങ്ങുകയും ചെയ്തു. ജയ, ഇതൊരു കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂ ആണ്. കല്ലും മണ്ണും ഗ്രാവലും ഒക്കെ ആയിട്ട് ദിവസവും ചേരി വഴി ഒരു 10-100 ലോറി ട്രിപ്പ് വേണ്ടി വരും. അവിടുത്തെ കുടിലുകളും റോഡും ഒക്കെ നാശമാവും. നാശമാവട്ടെ, നമുക്കെന്താ? ചേരി വഴി ലോഡ് കൊണ്ടുപോകാൻ PWD-കാരൻ നമുക്ക് അനുവാദം തന്നതാ. പക്ഷെ ചേരിക്കാരൻ നിവേദനം കൊടുത്തപ്പോ കളക്ടർ കയറി ഇടപെട്ടു. നിങ്ങൾ ഒന്നുകൂടെ സ്ട്രോങ് ആയിട്ട് വിളിച്ചു പറയണം. ബിനാമി ആണെങ്കിലും നിങ്ങൾക്കൂടെ മുതൽ മുടക്കുള്ള പ്രോജക്റ്റ് ആയത്. ഞാൻ ഇന്നലെ കളക്ടറോട് സംസാരിച്ചു. ഷീ ഈസ് വെരി ആഡമന്റ്. ഉടക്കിയിട്ട് പ്രയോജനമില്ല. എനിക്ക് താന്നു കൊടുക്കാനും വയ്യ. ഇത്തിരി മയമായിട്ടൊക്കെ സംസാരിക്കാൻ നീയാ മിടുക്കൻ. നീ അവളെ ഒന്ന് വിളിക്കും. നിങ്ങളുടെ ഈ കൊമ്പത്തെ കലക്ടർ ചോദിക്കുന്ന കാശ് പറയുന്ന സ്പോട്ടിൽ വെച്ചു കൊടുക്കാം. ഈ കുറിപ്പ് റെഡി. Yes, Sujatarian? Yes, sir. Sir, it's a slightly volatile issue. ചേരിയിലുള്ളവർ എതിർക്കുന്ന സ്ഥിതിക്ക് ലോറി കൊണ്ടുപോകാൻ അനുവദിച്ചാൽ... ലുക്ക് സുജ, MP എന്ന നിലയിൽ കളക്ടറോട് സംസാരിക്കാല്ല ഞാൻ. ജയപാലൻ സുജാ ചെറിയാനോട് സംസാരിക്കുന്നു. കുറുപ്പിയേട്ടൻ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. അല്പം ഔട്ട് ഓഫ് ദി വേ ആണെങ്കിലും അവരൊന്ന് സഹായിക്കണം. ഐ ആം ആസ്കിംഗ് എ പേഴ്സണൽ ഫേവർ. വ്യക്തിപരമായ ഒരു ഉപകാരം. Shall I ask a personal question? Yes. തികച്ചും വ്യക്തിപരമായ ഒരു ചോദ്യം. കളക്ടർ MP-യോടല്ല ചോദിക്കുന്നത്, സുജാ ചെറിയൻ മിസ്റ്റർ ജയപാലിനോട്. ചോദിച്ചോളൂ. അങ്ങക്ക് വോട്ട് ചെയ്ത കുറെ പേരെങ്കിലും ഉണ്ടാവുക ചേരിയിൽ. എന്നോട് സഹായം ചോദിച്ചപ്പോ അതാ പാവം ചേരിക്കാർക്ക് വേണ്ടിയാവുന്ന ഞാൻ പ്രതീക്ഷിച്ചത്. കളക്ടർ ഇപ്പോൾ പെട്ടെന്നൊരു തീരുമാനമെടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. നാളെ രാവിലെ വരെ സമയമുണ്ട്. എന്തായാലും നാളെ ചേരിയിലൂടെ ലോഡ് കൊണ്ടുപോകാൻ അനുവദിപ്പിക്കാമെന്ന് ഞാൻ അവർക്ക് വാക്ക് കൊടുത്തുപോയി. ഐ എം സോറി. സുജാ ചെറിയാൻ പിന്നീട് പശ്ചാത്തപിക്കരുത്. ഭീഷണിയാണെങ്കിൽ സർ, യു ആർ ടോക്കിംഗ് ടു ദ റോങ് പേഴ്സൺ. ഭഗവാനെ, ഇന്നെന്തെങ്കിലും സംഭവിക്കുമല്ലോ. നിർത്തണം 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 നിർത്തണം. എന്താണ് കൊച്ചുമലയാളി, ഇതുവരെ പ്രശ്നം നോക്കരുത്. ഇവിടെയുള്ളൊരു തടയും. തടയുന്നേ തടയട്ടെ, അപ്പൊ കാണാം. ഒരുത്തനും ഒന്നും ചെയ്യില്ല സാറേ. ധൈര്യമായിട്ട് നിന്നു. നോക്കിയിരിക്കാതെ വണ്ടിക്ക് സൈഡ് പറഞ്ഞു കൊടുക്കും. പോരട്ടെ 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 പോരട്ടെ. അല്ലാന്ന് താൻ എന്ത് പോക്കരുതാണ് കാണിക്കുന്നത്? ഇതുവഴി വണ്ടി ഇവിടെ തന്നോട് ആരാ പറഞ്ഞത്? എന്താ പ്രശ്നം? എന്താ പ്രശ്നം? നിങ്ങൾക്ക് അറിയോട് ഇതുവഴി വണ്ടി പോയില്ലാന്ന്? ഇത്തിരി മെനക്കെട്ടാ ചിലപ്പോ പോയെന്നിരിക്കും. അങ്ങനെ മെനക്കെടണ്ടാ, ഞങ്ങൾ തടയും. തടയുമല്ലേ? ഇറങ്ങി വേടാ. കൂടെ 5-6 ആളുണ്ടെന്ന് പറഞ്ഞ് വെറുതെ ഷൈൻ ചെയ്യാൻ നോക്കല്ലേ. അതൊന്നും ഈ ഏരിയ ചെലവാവില്ല. വേറെ വഴിയുണ്ടല്ലോ, അതുവഴി കൊണ്ടുപോയിക്കോ. അതിനൂടെ പൂമുഖത്തെ കുറുപ്പ് വരുന്ന പാലം പൊളിഞ്ഞെടുക്കല്ലേ. കാട്ടിലെ തടി തേവയിടാനാ. കൈവിടാ
ഇത് മോശമാണ്. വെറുതെ ഉള്ള സ്നേഹം കളയരുത്. ഉള്ള സ്നേഹം പോയാൽ ഭൂമത്തവർക്ക് പുല്ലാടാ. എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് അവസാനം വന്നേക്കുന്ന സ്നേഹം പറയാൻ തെണ്ടി അടിച്ച് പല്ലി തെറിപ്പിക്കണം അവന്റെ. കുഞ്ഞുവെ പ്രശ്നം നോക്ക, ഇവനെ ഞാൻ കൈകാര്യം ചെയ്തോളാം. ഇതെന്ത് അന്യായമാണ്. അങ്ങോട്ട് വണ്ടി കയറോ. കളക്ടർ സ്പീക്ക് എത്തിയില്ലേ? സർ. ആ മുഖ്യമന്ത്രിയെ കാണാൻ വന്നതാ? അല്ല, ഞങ്ങളുടെ നേതാവ് വരുന്നുണ്ട്. ആ ചാക്കുണ്ണി ഗ്രൂപ്പ് വരാണല്ലേ? ഇന്ന് നിങ്ങളുടെ ഗ്രൂപ്പ് മീറ്റിംഗ് ഇവിടെ ഉണ്ടല്ലേ? ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടി. നിങ്ങൾ ആരാ? ഐ എം സലീം. വാ ക്വാക്കസലി. അതെ തന്നെ. മനസ്സിലായില്ലേ? മുഖ്യമന്ത്രിയുടെ മടിച്ചില്ലേ? എന്ത് ചീലയാണെന്ന് വിശദീകരിക്കണമെന്നില്ല, അത് അദ്ദേഹത്തിന് അറിയാം. അതിരിക്കട്ടെ. ഇനിയാ നിങ്ങളുടെ നേതാവിന്റെ മോണരോഗം എങ്ങനെയുണ്ട്? മോണരോഗം? അല്ല, മോണ പഴുത്ത് വായനാറ്റം കാരണം കുറച്ചു നാളത്തേക്ക് അദ്ദേഹം വായ തുറക്കുന്നില്ല എന്ന് പത്രത്തിൽ വായിച്ചു. മൗനവ്രതമാ. വാ തുറക്കുമ്പോ അതും പത്രത്തിൽ വരും. ല്ലോ നിന്റെയൊക്കെ നേതാവിന്റെ വായ അടഞ്ഞ വാർത്ത, വാ തുറന്ന വാർത്ത, പെണ്ണ് കെട്ടിയ വാർത്ത, കുട്ടി ഉണ്ടായ വാർത്ത, മാമോദിസ മുക്കിയ വാർത്ത, പച്ചക്കറി മാത്രം തിന്ന വാർത്ത, തിന്നില്ലെങ്കിൽ വാർത്ത, മുട്ടയും മട്ടന് തിന്ന വാർത്ത, തിന്നില്ലെങ്കിൽ വാർത്ത, അജീർണം പിടിച്ച് 4 പേരെ വൈറ്റ് ചെയ്ത് പോയാൽ അതും 6 വാർത്തയാവുമല്ലോ. പിടിച്ച് തള്ളണ്ടോ? ഇവിടെ ഇൻസ്പെക്ടർ നോക്ക്. ഹലോ ഹലോ ഹലോ. അതല്ല, എന്താ? CM എത്തി. ഓ CM എത്തി. ഇന്ന് നേരത്തെ എത്തിയോ? കല്ലിടിയിലൊന്നും ഇല്ലായിരിക്കും. നമസ്കാരമുണ്ടേ. വേണ്ട, ഞാൻ തുറക്കാം. ഇറങ്ങിയാട്ടെ. മക്കളെ, സലീം നേരത്തേക്ക് എത്തിയോ? എന്നാട്ടെ. മോൻ ഇന്ന് വല്ലാത്ത ഭാരം ചേച്ചി. ഇന്ന് എന്താ കഴിച്ചത്? ഇത്തിരി കോംപ്ലക്സ്. അയ്യോ. ഡോ, താൻ മാക്കായാണോ? മാക്ക മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ആണോന്ന്? അല്ല സർ. പിന്നെന്താ മുഖ്യമന്ത്രി പാസ് ചെയ്തപ്പോ കൊളമ്പ് ദിനം വന്ന പശുവിനെ പോലെ ഒരു തളന്തം ചവിട്ട് ഇങ്ങനെയാണോ സല്യൂട്ട് ചെയ്യുന്നത്? സോറി സർ. എടോ, സർക്കാരിൽ നിന്ന് തനിക്കൊക്കെ വർഷാവർഷം പുത്തൻ ബൂട്ട്സ് മേടിച്ചിരുന്നില്ലേ? ഓ, സർ. എന്നാലൊന്ന് ആഞ്ഞു ചവിട്ടിക്ക്. ഈ ഗസ്റ്റ് ഹൗസ് കിടക്കണം. സാർ അത് ചവിട്ടടോ. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത്?
എനിക്കൊന്നും പറയാനില്ല കുഞ്ഞുങ്ങളെ. അല്ല സർ, എന്തെങ്കിലും പറയാതെ. ഓ, എന്റെ വായിൽ എന്തെങ്കിലും വീണ് കിട്ടിയിട്ട് വേണം അത് വളച്ചൊടിക്കാൻ അല്ലേ? തെന്മല കമ്മിറ്റിയുടെ ഭാവി എന്താ? തെന്മലയും തേങ്ങാക്കൊലയും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും അതിന്റെ മുമ്പിലത്തെ തവണ വന്നപ്പോഴും താൻ ഈ ചോദ്യത്തിന് എന്നോട് ചോദിച്ചത്. വേറെ ഉണ്ടല്ലോ ഒരു വകുപ്പിന് 2 വെച്ച 100 കമ്മിറ്റികള്. ഉന്നതാധികാര കമ്മിറ്റി, വിദ്യുത് ശക്തി തെളിവെടുപ്പ് കമ്മിറ്റി, സ്പിരിറ്റ് കമ്മിറ്റി, അതേക്കുറിച്ചൊക്കെ എഴുതുന്നില്ലേ? അതുപോലെ നിങ്ങൾ ഒഴിഞ്ഞിട്ട് എന്നോട് സംസാരിക്കാൻ നിൽക്കുക കളക്ടർ എസ് പിയും. അതുകൊണ്ട് നിങ്ങൾ ദയവായിട്ടൊന്ന് ഒഴിഞ്ഞു തരണം പ്ലീസ്. കൊച്ചുമോനെയും കൂട്ടി 2 ദിവസം ഭജനമിരിക്കാമെന്ന് വെച്ച് ഗുരുവായൂർ ചെന്നപ്പോ അവിടെയും സൗകര്യം തരില്ല കുറെ പത്രക്കാര്. നിങ്ങൾ ഇരിക്കൂ. എങ്ങനെയുണ്ട് ജില്ലാ ഭരണം? എനി പ്രോബ്ലംസ് മിസ് സുജാചെറിയാൻ? നോ സർ. പ്ലാന്റർ ചെറിയാച്ചൻ എന്ത് പറയുന്നു? അപ്പനിപ്പോ ബാംഗ്ലൂരിലാ, ഇച്ചായന്റെ കൂടെ. ഫോൺ ചെയ്യുമ്പോ എന്റെ അന്വേഷണം അറിയിക്കണം. എന്താണോ ഏതോ ചേരിക്കാരെല്ലാം കൂടി പോലീസ് സ്റ്റേഷൻ വളഞ്ഞുകൊണ്ട് പത്രത്തിൽ വായിച്ചല്ലോ. ഇഷ്യൂ തീർന്നോ? കണ്ടെയ്ൻ ചെയ്തു സർ. ആകാശത്തേക്ക് വെടിവെക്കാത്തത് കൊണ്ട് ആളപായൊന്നും ഉണ്ടായില്ലല്ലേ? നിങ്ങൾ രണ്ടാളും അവസരത്തിനൊത്ത് ഉയർന്നത് കൊണ്ട് വയലൻസ് ഒഴിവായി എന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. എനിവേ, ഗുഡ് വർക്ക്. കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു സർ. താങ്ക് യു. ചേരിക്കാരുടെ കാര്യത്തിൽ പൊളിറ്റിക്കൽ പ്രശ്നം ഉണ്ടായിട്ടും നിങ്ങൾ പിടിച്ചു നിന്നു. നിങ്ങളെ 2 ഫ്രഷ് ഹാൻഡ്സിനെ ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്തത് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ അവസരം കിട്ടാൻ വേണ്ടിയിട്ടാ. ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് എടുത്തു ചാടി എനിക്ക് പേരുദോഷം വരുത്തുന്ന ഒന്നും ചെയ്യരുത്. ഇപ്പൊ തന്നെ അത് ആവശ്യത്തിലധികമുണ്ട്. യു മേ ഗോ. താങ്ക് യു സർ. നമസ്കാരം. 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 ഇരിക്കണം. എന്താണ് മൂർസംഘം? എന്താ ഉദ്ദേശം? കളിയൊക്കെയാണോ? അല്ലേ, നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ഞാൻ എന്റെ ശൈലി ഒന്ന് മാറ്റി നോക്കിയതാണേ. ഞങ്ങളോടുള്ള സമീപനത്തിന്റെ ശൈലി മാറണമെന്നാ പറഞ്ഞത്. കൊള്ളാം. അതായത് ഞാൻ ദേ ഇവിടെ 3 സിംഹാസനം ഇട്ട് നിന്നെയൊക്കെ ഇരുത്തണമെന്ന് അല്ലേ? അങ്ങയുടെ ഈ രീതിയിലുള്ള സംസാരമാ പ്രശ്നം. എടോ ഇംതിയാസേ, എന്റെ സംസാരമല്ല, വായും തെറിക്കുന്ന തുപ്പല് വരെ ഗംഗാജലമാണെന്ന് പറഞ്ഞ് നക്കി നടന്നവനല്ലേ നീയൊക്കെ? ഇടത്തിയാനെ, വലത്തിയാനെ, പീരിയാനെ. ഇനി ഞാൻ ഇവിടെ നിന്നോ, ഞാൻ ഇപ്പൊ വരാം. മുഖ്യമന്ത്രിയെ പോലെ തന്നെ പേരക്കിടാവും, ഓരോരുത്തരെ ഒതുക്കി നിർത്താൻ. ഹായ് അങ്കിൾ, എത്ര നാളായി കണ്ടിട്ട്. വേണ്ട മക്കളെ, താഴെ ഇറങ്ങ്. നിന്റെ അച്ഛനെ ഇവന്മാരും 3 പേരും കൂടെ പൊക്കി തലക്കേറ്റ് വെച്ചിട്ട് ടപ്പോ ഒന്ന് താഴെ കിട്ട് കളഞ്ഞു. ഒരു ഇടിവിട്ട് കൊണ്ടവരായിപ്പോയി. എടോ, അവനെ താഴെ ഇറക്കി നിർത്തണോ. ഇനി ഒരു ഇടിവിട്ട് താങ്ങാനുള്ള ത്രാണി എനിക്കില്ല. വയസ്സായിപ്പോയി. അങ്കിൾ, ഇതിലും ഭേദം പിച്ച എടുക്കാൻ പോയാ മതിയായിരുന്നു. താനൊക്കെ കോക്കസ് കോക്കസ് എന്നും പറഞ്ഞ് നാടതികളെ പറഞ്ഞു നടന്നിട്ട് എന്റെ കൊച്ചിനിപ്പോ പള്ളിക്കൂടത്തിൽ പോകാൻ പറ്റാത്ത ഗതികേടില്ല. കൂടെ പഠിക്കുന്ന പിള്ളേര് കാക്കക്കൂട്ടം പോലെ കോക്കസ് കോക്കസ് എന്നും പറഞ്ഞാ വിളിക്കുന്നത്. മതി, ലാളിച്ചതൊക്കെ മതി. മക്കളെ, നീ അകത്ത് പോ. മക്കളെ, അങ്കിളന്മാർക്ക് ടാറ്റാ പറ. ഇനി ചിലപ്പോ ഇവരെ കാണാൻ കിട്ടിയെന്ന് വരില്ല, നാട് വിടും. ഇനി നമുക്ക് ആന കളിക്കാം. വേണ്ട, ഇനി നമുക്ക് ഗ്രൂപ്പ് കളിക്കാം. ഞാൻ എ ഗ്രൂപ്പ്, മോൻ ബി ഗ്രൂപ്പ്. ചതിയന്മാര്. നേതാവേ, ഇന്നത്തെ ഈ സ്ഥാനവും വിലയും ഒക്കെ ഞങ്ങൾ ഉണ്ടാക്കി തന്നതാ. അത് മറന്ന് സംസാരിക്കരുത്. എടോ ബാഹുലയാ, അപ്പൻ അമ്മയെ താലി കെട്ടിയപ്പോ പുറകിൽ നിന്ന് മാലയുടെ കൊളുത്തിട്ട് കൊടുത്ത് ഞങ്ങളാണെന്ന് ചില മക്കൾ അവകാശപ്പെടാറുണ്ട്. സഭ്യമായ ഭാഷയിൽ പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഈ ചെയ്യുന്നതും അത് തന്നെയാ. സ്വന്തം രക്തത്തിൽ പിറന്നതും കൂട്ടി 4 ആൺമക്കളുണ്ടെന്ന് അഭിമാനിച്ചിട്ടുണ്ട് ഞാൻ. എന്റെ പുക കണ്ടിട്ട് മതിയായിരുന്നല്ലോ ഈ ചതിയെല്ലാം. ഒരു ആദർശത്തിന്റെ പേരിലാണ് ഞങ്ങൾ ഈ സ്റ്റാൻഡ് എടുത്തത്. എന്താദർശം? പെമ്പർന്നവർക്ക് പിൻവാതിൽ കൂടി ഉദ്യോഗം വാങ്ങിച്ചു കൊടുത്തതോ? അതോ കണ്ടവന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുവന്ന് കൂടെ പൊറപ്പിച്ചതോ? അതോ ഞാൻ അറിയാതെ ഡൽഹിയിൽ പോയി രഹസ്യകാമുക്ക് അസംബ്ലി സീറ്റ് വാങ്ങിച്ചു കൊടുത്തതോ? കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഈ തരം ആദർശവും കൊണ്ട് നാട്ടിലേക്ക് ഇറങ്ങിയാൽ പാവം ജനം വലഞ്ഞു പോവും, കഷ്ടപ്പെട്ടു പോവും.